പോകുന്നതറിയാതെ അദ്ദേഹം കിടന്നുറങ്ങും. കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങല്ലേ. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എണീപ്പിക്കുന്നത് പാപം. അത് ദൈവം പോലും പൊറുക്കില്ല. നേതാവ് പറഞ്ഞാൽ നേരിട്ടങ്ങ് വന്നനല്ലോ. സ്വാമി, കുറിച്ചു തന്ന കൃത്യസമയത്ത് ഞങ്ങളിവിടെ എത്തി. എന്നാ അനിയനിവിടെ നല്ല ഉറക്കത്തിലായിരുന്നു. അതാ കുറച്ച് ലേറ്റായി പോയത്. ഇപ്പൊ എവിടെയാ ഉള്ളത്? അനിയന്റെ ബെഡ്റൂമിൽ തന്നെ. ബെഡ്റൂം തെക്ക് ദിശയിലാണേ നമുക്ക് അനുകൂലമാ. ഓഹോ, തെക്കോട്ട് നോക്കി ഏതെങ്കിലും ബെഡ്റൂം ഉണ്ടോ? സ്വാമി, അനിയനെ തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. രാജേഷിന്റെ നക്ഷത്രം മൂലം നക്ഷത്രമാ. മാത്രമല്ല കേതു 3-ലാ നിൽക്കുന്നത്. നമ്മള് രാഹു അത് 6-ാം ഭാഗത്തിലാണ്. അതുകൊണ്ട് ഈ ലോകം പോലുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ നിങ്ങള് ഉപയോഗിക്കാൻ പാടില്ല. ലോഹമല്ലാത്ത ആരെയും മറച്ചു വെച്ച് ഇവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല രാജേഷേ. അങ്ങനൊരു തെറ്റ് ഒരിക്കലും ഞാൻ ചെയ്യില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം വിശ്വാസവഞ്ചനയാണ്. പക്ഷെ അതിന് ഒരു നാട്ടിലും തക്ക ശിക്ഷയില്ല. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് നമ്മൾ തന്നെ ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ തീരുമാനം. അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. വണ്ടി ഇവിടെ നിർത്ത. അതുവഴി പോ, അപ്പുറത്തോട് പോ. അതുവഴി പോ, വണ്ടി എടുത്ത് മാറ്റാം, അങ്ങോട്ട് പോ. ഇതെന്താ മുത്തശ്ശി, നായുണ്ട് സൂക്ഷിക്കുന്നു പറഞ്ഞാല് പ്രേതോണ്ട് സൂക്ഷിക്കുന്നു എഴുതിക്കുന്നത്? ആരുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതനുസരിച്ചല്ലേ മോളെ ബോർഡ് വെക്കാൻ പറ്റൂ. എന്തിനാ മുത്തശ്ശി ചുമ്മാ കഥ ഇറക്കുന്നത്? ഇത് കഥയല്ല മോളെ, ചരിത്രമാണ്. അന്നത്തെ കാലത്ത് എന്റെ ഭർത്താവ് റോഡിലോട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ മന്ത്രവും തന്ത്രവും പമ്പ കടക്കും. ഒരിക്കലുണ്ടല്ലോ ഇങ്ങേരുടെ ദേഹത്ത് 2 കുട്ടിച്ചാത്താമാരെ കയറ്റി വിട്ടു. കുട്ടിച്ചാത്താന് കുട്ടിക്കഥ പറഞ്ഞു കൊടുത്ത് ജട്ടിയിട്ട് വാതിൽക്കൽ കെട്ടിയിട്ടല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ ആ കുട്ടിച്ചാത്താമാരെ ഈ വീട് നോക്കുന്ന. മോളങ്ങോട്ട് ചെല്ല്, അതുങ്ങളെ ശല്യം ചെയ്യാതെ പോകണം കേട്ടോ. ആരെയാ മുത്തശ്ശി? എന്റെ മോളെ ഒന്നും ചെയ്യില്ല, പേടിക്കാതെ കുഞ്ഞങ്ങ് പോ. മുത്തശ്ശി ഒന്ന് പേടിക്കാതെ പോ മോളെ, ഒന്നും ചെയ്യില്ല കുഞ്ഞെ. Daffy, sit down. I said sit down, Daffy. Daffy, darling. Relax. ആത്മാവിനോട് സംസാരിക്കണോ? 5,000. അതർ ലാംഗ്വേജ് സംസാരിക്കണേ 10,000. അതല്ല, ബാങ്കിൽ നിന്ന് വന്നതാ. കാശ്മീർ സാറിനോടൊന്ന് സംസാരിക്കണം. ഓ, അങ്ങനെയാണല്ലേ. ഡാഫി, ഗിവ് ഷേക്ക് ഹാൻഡ്. കം ഓൺ, കം ഓൺ. അതിനെ വേണ്ട നോക്ക്. എന്താ അമ്മേ, രക്തം കൊണ്ടുവരാൻ ഇത്ര സമയോ? കണ്ടില്ലേ, അത് വിശന്നിരിക്കുക. പൂജയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഇപ്പൊ എന്താ പറ്റിയത്? വിശപ്പ് അതിന് സഹിക്കാൻ പറ്റുന്നില്ലേ? അച്ഛനും മക്കളും കൂടി ഇതിനെ വഷളാക്കി. ഇനി അതിന്റെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും. നിങ്ങൾ എന്റെ കൂടെ വരൂ. പുതിയ രക്തമായതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇതിന്. അല്ല, ഇവിടുന്ന് വിശേഷം? മുട്ടയും പാലും തന്നെ ഇവിടുത്തെ വിശേഷം. ഇവിടുന്ന് വാങ്ങുന്ന മുട്ടകളൊന്നും വീട്ടിൽ കൊണ്ടുപോകരുത്, അത് വലിയ ദോഷമാണ്. ഭണ്ഡാരത്തിലൊന്നും കയറി ഇടിക്കണ്ട കേട്ടോ, നോക്കി വരണേ. പാലിങ്ങനെ ഒഴിക്കുമ്പോ ഐശ്വര്യം മേലേക്ക് പൊങ്ങി ആത്മാവിന്റെ അനുഗ്രഹം ധാരയായി ഒഴുകും. ഓരോ മുട്ടകളും തട്ടിമുട്ടി നമ്മൾ പൊട്ടിക്കുമ്പോ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ചിതറി മാറുന്നു.
ജാതി മതത്തിന് ഇവിടെ സ്ഥാനമില്ല. എല്ലാം ഞാനാണ്, എല്ലാ ഇടത്തിലും ഞാനാണ്. ആത്മവചനങ്ങൾക്കായി പണം കെട്ടിയവരെല്ലാം അവിടെ ക്ഷമയോടെ ഇരിക്കുക. ആത്മാവിന്റെ അശരീരികൾ വന്നാൽ ഞാൻ വിളിച്ചോളാം. ചുമ്മാ ഭണ്ഡാരത്തിൽ തൊട്ടിട്ടൊരു കാര്യമല്ല മോളെ. നോക്കിയിട്. നിന്റെ കണ്ണിൽ അതൊരു വെറും ഭണ്ഡാരമായിരിക്കാം, എന്നാൽ അത് എന്റെ കണ്ണിൽ പാവങ്ങളുടെ വായാണ് മകളെ. നോക്കി തട്ടിക്കോ മോളെ. നീ നിക്ഷേപിക്കുന്ന ഓരോ പൈസയും ചോറായിട്ട് മാറി പാവങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നു മകളെ. ഒരു 2 കുഞ്ഞുങ്ങൾക്ക് വറ്റ് മേടിക്കാനുള്ള പൈസ തനിയെ ഇട്ടേക്ക്. കുറഞ്ഞതൊരു 10 പേരെങ്കിലും പറയാമായിരുന്നു. ആയുഷ്മാൻ ഭവ. അടുത്തേക്ക് വന്നാലും. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചുമ്മാ തിരക്ക് കൂട്ടല്ലേ മകളെ. വരിയായി നിൽക്കണ്ടയോ? ഒരു മദാമ നിൽക്കുന്ന കണ്ടില്ലെന്നുണ്ടോ? ബാങ്കിൽ നിന്ന് വന്നത്. ബാങ്കിൽ നിന്നോ? വരൂ മകളെ, മുമ്പോട്ട് വരൂ. മദാമ മകള് പൊയ്ക്കോളൂ. പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല സാറേ, ഇപ്പോഴാ കാശ്മീർ സാർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അക്കൗണ്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാവോ? ഇല്ല സാറേ, പാസ്ബുക്ക്, ATM കാർഡ്, ചെക്ക് ബുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചെക്ക് എഴുതി കാശ് തരാമല്ലോ മകളെ. അയ്യോ, അത് ശരിയാവില്ല. എല്ലാം കാശ്മീർ സാറിന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ഇതെന്താ കുഞ്ഞു ഒരുമാതിരി വരാലെഴുതുന്ന പോലെ എഴുതുന്നത്? നിന്നെ വിശ്വസിച്ച വെള്ളപ്പാറ്റ ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. അവൻ എവിടെ പോയി? എന്റെ തീസിസ് സംബന്ധപ്പെട്ട്. എന്താ ജീസസോ? നീ ക്രിസ്ത്യനാ മകളെ? കൊച്ചു ത്രേസ്യയുടെ അനുഗ്രഹം എപ്പോഴും ജീസസ് അല്ല സർ, തീസിസ്. തീസിസ് എന്ന ഗവേഷണം. ഈ പ്രേതം, ആത്മാവ്, പിശാചിനെ കുറിച്ചെല്ലാം ഞാൻ റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് സർ. പക്ഷെ ഇതിനെപ്പറ്റി അറിയാവുന്ന എല്ലാരും തന്നെ പക്ക ഫ്രോഡാണ് സർ. സ്വാമിയുടെ ആത്മാവിന്റെ പേരും വെച്ചോണ്ട് ബിസിനസ് ചെയ്യുന്ന തെമ്മാടികളുണ്ട് സർ. ഇവരെല്ലാം ചെരുപ്പോരെ. സോറി സർ. സാറ് തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. ഞാൻ കണ്ടുമുട്ടിയവരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഒന്നും വേണ്ടാന്ന് കരുതി തീസിസ് ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചപ്പോഴാണ് കാശ്മീർ സാറിന്റെ ഷോ കണ്ടത്. ചേരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ചേരുന്നുണ്ടെന്ന് ഡിസൈഡ് ചെയ്തു. കാക്കയ്ക്ക് ആഹാരം വെച്ചില്ലയോ മകളെ? അത് മറന്നുപോയി അച്ഛാ. കണ്ടോ, മുത്തച്ഛൻ കോപാകുലനായി. പോയി വെക്കുക, പോ. എന്തൊക്കെയോ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഒരു തരത്തിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ ഉണ്ടെന്ന് പോലും നിങ്ങൾ അറിയില്ല. ഒരു മൂലയിൽ ഇരുന്നുണ്ട് ഞാൻ എന്റെ ക്യാമറയില് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഷൂട്ട് ചെയ്തോളാം. ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമോ? ഷൂട്ട് ചെയ്തിട്ട് TV ചാനലിലേക്ക് കൊടുക്കാൻ പോവാണോ? എന്നു മുതൽ അമ്പലത്തിൽ ക്യാമറയും തകില് നാദസ്വരം ഇലക്ട്രിക്കും ആക്കിയോ, അന്ന് മുതലേ ദൈവങ്ങളൊക്കെ എങ്ങോട്ടോ ജീവനം കൊണ്ട് ഓടിപ്പോയിരിക്കുക. അതുപോലെ ഒരു സംഭവം നമ്മുടെ ഈ ആശ്രമത്തിൽ നടക്കാൻ പാടില്ല കുട്ടിയെ. പോയിക്കോളൂ. അപ്പൊ ക്യാമറ വേണ്ട സർ. എന്റെ തീസിസിനെ ഹെൽപ്പ് ചെയ്ത അനാഥ കുട്ടികൾക്ക് ഞാൻ 2 ലക്ഷം രൂപ ഡൊണേഷൻ തരാം. എന്താ കുട്ടിയെ ഇത്? കല്ല് പോലെ ഇരുന്ന് എന്റെ മനസ്സ് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് വെണ്ണയാക്കി കളഞ്ഞല്ലോ. മുൻകൂട്ടി കാശ് വല്ലതും തരുന്നുണ്ടോ കുട്ടിയെ? ഇല്ല സർ, കാശ്മീർ സാറിന്റെ കൂടെ ചേർന്നതിന് ശേഷമേ ഉള്ളൂ. വരൂ മകനെ, പറയൂ മകളെ. സാർ, നിങ്ങൾ ബാങ്കിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലായിരുന്നോ? അതാ ചെക്ക് ബുക്ക്, ATM കാർഡ്, പാസ്ബുക്ക് അതെല്ലാം നേരിൽ വന്ന് തരാന്ന്. സ്ഥലം ഇവിടെ നോക്ക്. ഈ കുട്ടിക്ക് അസിസ്റ്റന്റ് ആയിട്ട് ചേരണമെന്നാ പറയുന്നേ. അതെ സർ, പ്ലീസ് സർ. ഇതെന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? ഔട്ട്. എന്താ സർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാളെ കഴിഞ്ഞു പോലും ഇങ്ങോട്ട് വരണ്ട. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. നാളെ കഴിഞ്ഞു വാ, നാളെ കഴിഞ്ഞു വാ. എന്റെ അമ്മയെ 2 ലക്ഷം കിട്ടാം. കേരളത്തിലുടനീളം കഴിഞ്ഞ ദിവസം വിവാദമായ റിയൽ എസ്റ്റേറ്റുകാരനായ രാജേഷിന്റെ കൊലപാതകം തുടരന്വേഷണത്തിനായി CBIക്ക് കൈമാറി. ആ രാജേഷിന്റെ കേസ് CBI ഏറ്റെടുത്തിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഈ തിരുമേനി നിങ്ങളുടെ കൂടെ ഉള്ള കാലം വരെ ധനകോടിക്കൊരു വിഘ്നവും വരില്ല. ഈ FBI CBI എല്ലാം നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ചെറിയ സ്പീഡ് ബ്രേക്കർ പോലെയാ. രാഹു 3-ാം ഭാവത്തിൽ നിന്നും ചന്ദ്രനെ നോക്കുന്നത് കൊണ്ട് ചെറിയ ഗ്രഹണം സംഭവിക്കും. ചെറിയ ചെറിയ തടസ്സങ്ങള്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ അഗ്നിക്കിരയായാലും ചാരത്തിൽ നിന്നും പറന്നുയരില്ലേ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ. ധൈര്യത്തോടെ മടങ്ങാം. വരട്ടെ സ്വാമി.